എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. സ്വർണം തട്ടൽ FIR പമ്പയിൽ ആയിരിക്കുന്നു. ശബരിമലയിലെ സ്വർണം തട്ടൽ കേസുമായി ബന്ധപ്പെട്ട് 3700, 3701 എന്നീ നമ്പറുകളിൽ FIR ഇട്ടുകഴിഞ്ഞു. ഇനിയുമുള്ള ദിവസങ്ങൾ വളരെ രസാവഹവും നിർണായകവുമായിട്ടുള്ള ദിവസങ്ങളാണ് കടന്നു വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു അന്വേഷണമാണ് ഈ അവസരത്തിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, സ്വർണം തട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കോടതിയുടെ നിരീക്ഷകൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് സംബന്ധിച്ചാണ് ഈ കേസ് സത്യത്തിൽ പുറംലോകം അറിയുന്നത്. അത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ദൃശ്യമാധ്യമം പുറത്തുവിട്ടപ്പോൾ അത് കൂടുതൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അന്വേഷണം തകൃതിയായി നടക്കുകയും ചെയ്തപ്പോഴാണ് ഈ കളികളെല്ലാം പുറത്താകുന്നത്. ഇപ്പോൾ അതിനാണ് 3700, 3701 എന്നീ നമ്പറുകളിൽ പമ്പ പോലീസിന്റെ നേതൃത്വത്തിൽ പമ്പ പോലീസ് സ്റ്റേഷനിലാണ് FIR എടുത്തിട്ടുള്ളത്. റാന്നി കോടതിയാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. അവിടെ അത് സമർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയുമാണ് ഇതിന്റെ ബാക്കി നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. റാന്നി ഇനിയും ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് ശബരിമലയിലെ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തമിഴ് സിനിമയിൽ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ആ കേസുകളെല്ലാം അന്ന് ഫസ്റ്റ് ക്ലാസ് കോടതി റാന്നിയിൽ ആരംഭിക്കുന്ന കാലഘട്ടത്തിലാണ് റാന്നിയിൽ അന്ന് എത്തിച്ചേർന്നത്. വളരെയധികം വാർത്താ പ്രാധാന്യവും വാർത്താ ശ്രദ്ധയും നേടിയ ഒരു സംഭവമായി അന്നത് മാറിയതുപോലെ തന്നെ റാന്നി വീണ്ടും ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ദിനങ്ങളാണ് അടുത്ത ദിവസം വരാൻ പോകുന്നത്. ഈ കേസ് തന്നെ പുറത്തേക്ക് വന്നത് എന്ന് പറയുന്നത് വിജിലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്ന് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു SP-യുടെ കഴിവാണ് ഈ കാര്യങ്ങളെല്ലാം ആരോരും അറിയാതെ കോടതിയുടെ ശ്രദ്ധയിലേക്ക് അന്വേഷണം നടത്തി റിപ്പോർട്ടുകൾ സമർപ്പിക്കാനായിട്ടുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. ആ കാരണം എന്ന് പറയുന്നത്, സ്വർണം തട്ടൽ ശബരിമലയിലെ മോഷണം 2 FIR-കളാണ് പമ്പ സ്റ്റേഷനിൽ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ആ ഇട്ട FIR പോലെ തന്നെയാണ് അതിന്റെ അന്വേഷണവും അങ്ങനെ തന്നെയാണ് നേരത്തെ നടന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ നമുക്കത് കാണാൻ കഴിയും. നമുക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുണ്ട്. അതിനെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് FIR ഇട്ട ഒരാളാണ് ശബരിമല സ്വർണം ചെമ്പാക്കിയ കേസിൽ ഒരു പോലീസ് ഓഫീസർ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അത് ഇദ്ദേഹമാണ്. നമ്മുടെ നാട്ടില് ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോഴെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് കാര്യങ്ങളെല്ലാം അത് നന്മയിലേക്കും തിന്മയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെയാണ് ഒരു IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ V. സുനിൽകുമാർ. അദ്ദേഹമാണ് ഈ കള്ളക്കളികളെല്ലാം പൊളിച്ച് അടുക്കിക്കൊണ്ട് അതിൽ ആരൊക്കെയാണ് ഇടപെട്ടത്, ദേവസ്വം ബോർഡില് ഈ ആരുടെ ഇടപെടലിലാണ് അവിടെ നടന്നത്, ഈ കാര്യങ്ങളെല്ലാം കോടതിയെ അറിയിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറായി ജഡ്ജി R. ജയകൃഷ്ണന്റെ ഇടപെടലാണ് സ്വർണ്ണപ്പാളി ആരും അറിയാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിനെ സംബന്ധിച്ചും കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത് ഹൈക്കോടതിയുടെ റിപ്പോർട്ടായിട്ട് എത്തിയപ്പോഴാണ് ഇതിന്റെ കള്ളക്കളി എല്ലാം പുറത്തേക്ക് വരുന്നത്. അതിനിടയ്ക്കാണ് ദേവസ്വത്തിന്റെ വിജിലൻസ് ഈ കാര്യത്തെ സംബന്ധിച്ച് ഈ പാളി ഇളക്കിയതുമായി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടാനുള്ള കാരണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഈ വിഷയമൊക്കെ അന്നേരം പത്രക്കാരോട് പറഞ്ഞത് എങ്കിലും അത് നമുക്കറിയാം, ചെന്നൈയിലേക്കുള്ള ഇന്നോവ യാത്രയിൽ ഈ വിജിലൻസിന്റെ SIയും അതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ സത്യസന്ധമായ റിപ്പോർട്ട് വന്നിട്ടുള്ളത്.
അത് ശരിക്കും പറഞ്ഞാൽ ജഡ്ജിയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് രായിക്ക് രാമാനം ദ്വാരപാലകരുടെ പീഠം കണ്ടെത്താനുള്ള കാരണവും ഈ അന്വേഷണം തന്നെയാണ്. ആരോരും അറിയാതെ ഈ സുനിൽകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ ആ ഇടപെടലിലാണ് ഇതിന് കാരണമായി തീർന്നത്. അതൊരിക്കലും സ്വപ്നത്തിൽ പോലും ഇവരിത് കണ്ടതല്ല. ഒരിക്കലും ഇതിങ്ങനെയുള്ള ഒരു ട്വിസ്റ്റായി മാറും എന്നൊരിക്കലും ആരും ധരിച്ചിരുന്നില്ല. അപ്പോഴാണ് അയ്യപ്പ സ്വാമിയുടെ എല്ലാ ഇടപെടലുകളിലും അല്ലെങ്കിൽ ആ സ്വാമിയുടെ ശക്തി തന്നെയാണ് ഇവിടെ ആ ഇടപെടലിലേക്ക് കാര്യങ്ങൾ നീക്കിയത് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ദേവസ്വം ബെഞ്ചിന് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി പൂർണ്ണമായിട്ടും ആ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിലെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ദേവസ്വത്തിന്റെ എല്ലാ സ്ട്രോങ് റൂമുകളും അത് പരിശോധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ സ്ട്രോങ് റൂമിൽ നിന്നുള്ള കണക്കെടുപ്പുകളിൽ മാധ്യമങ്ങളെ ഒന്നും അടുപ്പിക്കുന്നില്ല എങ്കിലും അത് കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ എല്ലാം തന്നെ കോടതിയിൽ അത് സമർപ്പിക്കുമെന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ സത്യസന്ധമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഭക്തരെ സംബന്ധിച്ച് അത് നടക്കുന്നത് എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്. ദേവസ്വം ബോർഡിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു വരും എന്നുള്ളതിന് സംശയം വേണ്ട. ഇന്നുള്ള പ്രസിഡന്റ് പോലും രാജിവെച്ച് പുറത്തു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ബാക്കിയുള്ള ആളുകളെ ഓരോരുത്തരെയും അത് തന്നെയുമല്ല വരും കാലങ്ങളിൽ ശബരിമലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അത് വളരെ വലിയ ഗൗരവമുള്ള വിഷയമായി തന്നെ മാറും എന്നുള്ളത് കൊണ്ട് സത്യസന്ധമായ രീതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കടന്നു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് വലിയൊരു തട്ടിപ്പിന്റെ കൂമ്പാരം ഇതിൽ നിന്ന് നമ്മൾ വെളിവായി കഴിഞ്ഞു. അയ്യപ്പന്മാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പല രാഷ്ട്രീയക്കാരും ഇതിനെ സംബന്ധിച്ച് മുതലെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിനകത്ത് ഭക്തജനങ്ങൾ പെടാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതൊന്നും സത്യസന്ധമായ രീതിയിലുള്ള അല്ലെങ്കിൽ ഇത് അയ്യപ്പ ഭഗവാനോടുള്ള ഭക്തിയുടെ ഭാഗമല്ല, അയ്യപ്പ ഭക്തന്മാരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ല, അയ്യപ്പ ഭക്തന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി അല്ല ഇവരാരും മുതലക്കണ്ണീർ ഒഴുക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴുള്ള വാർത്താ പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഭാഗമായിട്ടാണ് പല ആളുകളും ഇപ്പോൾ അവതരിക്കുന്നത് എന്നുകൂടി അയ്യപ്പ ഭക്തന്മാരാണ് മനസ്സിലാക്കേണ്ടത്. സത്യസന്ധമായ രീതിയിലുള്ള അന്വേഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതിന് സംശയം വേണ്ട. അത് അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം ഈ കാര്യത്തിൽ നമുക്ക് നന്നായ രീതിയിലുള്ള ഒരു വിജയമായിരിക്കും നമുക്ക് നൽകാൻ പോകുന്നത് എന്നുള്ള സംശയം വേണ്ട. നമുക്കറിയാം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ അല്ലെങ്കിൽ അന്ന് നടന്ന വിഷയങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന പല സംഘടനകളും സർക്കാരിനെ സഹായിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതിന്റെയൊക്കെ പിന്നിൽ വളരെയധികം വലിയ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ എല്ലാം പ്രത്യേകമായ താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഇതൊന്നും ഭക്തിയുടെ ഭാഗമല്ല, അയ്യപ്പനോടുള്ള സ്നേഹവുമല്ല, അയ്യപ്പനോടുള്ള പ്രേമവുമല്ല, ആ ഭക്തിയുടെ ഭാഗവുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ എഫ്ഐആർ ഇട്ടുകൊണ്ട് റാന്നി വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ അത് ചെയ്യണം എന്ന് ആലോചിച്ചത്. വരും ദിവസങ്ങളിൽ ഇത് വലിയ കൊള്ളടക്കം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആളുകളും ഇതിലേക്ക് കുടുങ്ങും എന്നുള്ളതിന് സംശയം വേണ്ട. അതിലേക്ക് നമുക്ക് കാത്തിരിക്കാം. അയ്യപ്പന്റെ ഒരു തരി മണ്ണെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അവരെല്ലാം ഇതിനകത്ത് പെടും എന്നുള്ളതിന് സംശയം വേണ്ട. എന്തായാലും വളരെ കാലത്തെ കാര്യങ്ങൾ വീണ്ടും ഒരു പുനരന്വേഷണം നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ നമുക്ക് കാത്തിരിക്കാം. അയ്യപ്പ ഭഗവാന്റെ എല്ലാ ശക്തിയും ഇതോടുകൂടി തിരിച്ചു വരുന്നു. കാരണം ഇന്നലെ വരെ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളായാലും മറ്റുള്ള ആളുകളായാലും അത്തരം കാര്യങ്ങളാണ് തെളിവ് സഹിതം പുറത്തു കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ വിവിധ അറിയിപ്പുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സത്യസന്ധരായിട്ട് ഒരുപാട് ആൾക്കാരുടെ സത്യം അവരുടെ ഇന്ന് മറനീക്കി പുറത്തു വരുന്നു. ഇതൊന്നും പരസ്യമായി ചാനലുകളുടെ മുന്നിലോ മറ്റുള്ളവരിടത്തോ അവതരിപ്പിക്കാൻ ഇവർക്കൊക്കെ ഭയമാണ്. അങ്ങനെ വലിയ മാഫിയ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇനി ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിലേക്ക് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അതിനകത്ത് ഭക്തജനങ്ങളുടെ ഇടപെടല്, അതുപോലുള്ള സത്യസന്ധരായിട്ടുള്ള ഇടപെടല് ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ നല്ലൊരു നിമിഷത്തിൽ റാന്നിയുടെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന റാന്നിയിൽ വളരെ റാന്നിയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അലയൊലികളുടെ പല കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കത് നൽകാനും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.